ഫ്രണ്ട്സ്, ഇതാ നമ്മളെ പ്രസാദ് ബ്രോ പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഫോൺ എടുത്തിരിക്കുകയാണ്. അതായത് നമ്മളെ നോക്കിയുടെ ഫോണാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം, ഇപ്പം നമ്മളൊക്കെ ചെറിയ കാലത്തൊക്കെ നമ്മളൊക്കെ ഫസ്റ്റ് യൂസ് ചെയ്ത് വന്ന ഫോൺ എന്ന് പറഞ്ഞാൽ നോക്കിയുടെ ഫോണുകളായിരുന്നു. അന്നാണെന്നുണ്ടെങ്കിൽ നമ്മളെ N73 അതേപോലെ തന്നെ 1600 1100 അതേപോലെ തന്നെ ഇതാ നമ്മളെ ഇന്ന് നോക്കിയ വന്നിട്ട് വീണ്ടും ഒരു തിരിച്ചു വരവ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഫോൺ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ നോക്കിയുടെ G42 5G ഫോണാണ്. ഇപ്പോൾ ഇതാ ഞങ്ങളിവിടെ നമ്മളെ നെസ്റ്റോയിലൊക്കെ പോയ സമയത്ത് ഞങ്ങൾ അവിടെ പല ഫോണുകളും ഇപ്പം പ്രസാദ് ബ്രോയുടെ തന്നെ ഒരു ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. ആ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫോണും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നത്. അപ്പം ആ ഒരു അവിടെയുള്ള അവിടെയുള്ള സ്റ്റാഫ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ആൻഡ്രോയിഡിൽ ഏറ്റവും കൂടുതൽ ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് നോക്കിയാണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് നോക്കിയ എടുക്കാം എന്നുള്ള രീതിയിലാണ് അവർ സജസ്റ്റ് ചെയ്തതും. അതേപോലെ തന്നെ ഫ്യൂ ഡേയ്സ് ബാക്ക് നമ്മളെ കസിൻസ് വന്നിട്ട് നാട്ടിലേക്ക് ഒരു ഫോൺ അയക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ വാങ്ങിച്ച സമയത്തും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു നല്ലൊരു ഫോൺ തന്നെയാണ് ഈ ഒരു നോക്കിയുടെ G42 എന്ന് പറയുന്നത്. അത് കോസ്റ്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഒരു നല്ല ഫോൺ എന്ന് തന്നെ പറയാം. ഓവർ ഇതൊന്നുമില്ല, ഒരു നോർമലായിട്ടുള്ള ഏതൊരു ആപ്ലിക്കേഷൻ, ഇപ്പം നമ്മളെ ഒഫീഷ്യലായിട്ടുള്ള അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് അങ്ങനെ ഇപ്പം നോർമലായിട്ടുള്ള എന്ത് കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ചാർജർ, ഇതിൻ്റെ ഒരു കേസ്, ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളെന്തായാലും ഇത് വന്നിട്ട് ഇപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്, എന്തൊക്കെയാണ് ഇതിനുള്ളിലുള്ളത്, ആക്സറീസ് കാര്യങ്ങൾ എന്നൊക്കെ. ഇതാ നമ്മളെ ഫോണിവിടെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. റെഡി 1 2 2 3 യെസ് അങ്ങനെ ഇതാ നമ്മളെ നോക്കിയുടെ G42 5G ഫോണാണ് ഇവിടെ ഉള്ളത്. ഇപ്പം G42 5G നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് യെസ് സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റിക്കർ റിമൂവ് ചെയ്തു. യെസ് വിത്ത് കവറോട് കൂടിയിട്ടാണോ വെച്ചിട്ടുള്ളത്? അപ്പോൾ ഇതിൻ്റെ സ്പെക്സ് കാര്യങ്ങൾ ഹൈ ക്വാളിറ്റി ഷോട്ട്സ്, റെഡി ഫോർ ഷെയറിംഗ്, 50 MP മെഗാപിക്സൽ AI ട്രിപ്പിൾ ക്യാമറ, 8 MP ഫ്രണ്ട് ക്യാമറ, അപ് ടു 3 days ബാറ്ററി ലൈഫ്. 3 days ബാറ്ററി ലൈഫാ, 800 ചാർജിങ് സൈക്കിൾസ്, പിന്നെ 2 years OS അപ്ഗ്രേഡ്സ്, 3 years മന്ത്ലി സെക്യൂരിറ്റി അപ്ഡേറ്റ്. കൊള്ളാലോ, നോക്കി ഇത്രക്കങ്ങ് അപ്ഗ്രേഡഡ് ആയിപ്പോയോ? എന്തൊക്കെയുണ്ട് സാധനം, എന്തൊക്കെയുണ്ട്? ചാർജർ, USB കേബിള്, അഡാപ്റ്റർ ഒക്കെ ഉണ്ടല്ലോ. അഡാപ്റ്റർ, ഹെഡ്സെറ്റ് പഴയ കൂതറ ഹെഡ്സെറ്റ് തന്നെയാണോ? ഹെഡ്സെറ്റ് പഴയത്, പഴയ മോഡൽ ഇല്ല, ചെറിയ വ്യത്യാസമുണ്ട്. കൊള്ളാം. ഈ ഒരു ടൈപ്പാണ്. അതെന്താ? നമ്മളെ സിമ്മിൻ്റെ വൺ സെറ്റപ്പാണ് നമ്മളെ സിമ്മിൻ്റെ പിന്നൊക്കെ. യെസ് അങ്ങനെ നമ്മളെ ഫോണിവിടെ ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവർ പണ്ടേ ആൻഡ്രോയിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് സാംസങ്ങിന്റെ സ്ഥാനത്ത് നോക്കിയ ഭരിക്കുന്നുണ്ടാവുമായിരുന്നു അല്ലേ? സാംസങ്ങിന്റെ അപ്ഗ്രേഡ് ആയില്ല ഇല്ല ആ സമയത്ത് ഇവര്. പിന്നെ ഇത് വേണ്ട, ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത ഏത് ലാപ്ടോപ്പാണ് എൻ്റെ ചെയ്യണ്ടല്ലേ? നിങ്ങൾ തന്നെ ചെയ്തോ? പിന്നെ ഈ ലാപ്ടോപ്പില്ല, ഒരു കമ്പനി ലാപ്ടോപ്പില്ല. ലെറ്റ്സ് ഗോ. ലാംഗ്വേജ് അറബിയ. അങ്ങനെ നമ്മളെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ സെലക്ഷൻ ചെയ്തതിന് ശേഷം കണക്ട് മൊബൈൽ ടു നെറ്റ്വർക്ക്സ് എസ്കേപ്പ്. അത് നമുക്ക് ചെയ്യാം. യെസ് അങ്ങനെ നമ്മളെ ഫോൺ വന്നിട്ട് വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാക്ക് കവറും കാര്യങ്ങളൊക്കെ കേട്ടോ. അതായത് ഈ ക്യാമറേൻ്റെ പോർഷൻ ആണെന്നുണ്ടെങ്കിൽ ശരി, മൊത്തത്തിൽ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ പാസ്വേഡും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫേസ് ID ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഫേസ് ID പ്ലസ് ആണ് പാറ്റേൺ ലോക്ക്, അല്ലെങ്കിൽ ഫേസ് ID പ്ലസ് കോഡ്, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അത് വരുന്നത്. ഗസ്റ്റ് നാവിഗേഷൻ ഫസ്റ്റ്
ജസ്റ്റ് ബാക്ക് അടി. സെറ്റപ്പ് സ്ക്രീൻ ലോക്ക് ഒന്നുകൂടി അടിച്ചോക്ക്. സ്റ്റാർട്ട്. നാവിഗേഷൻ ഇത് കൊടുക്കണം ആ അടിച്ചോ. 3 ബട്ടൺ നാവിഗേഷൻ അറിയില്ല. നെക്സ്റ്റ് കണ്ടിന്യൂ സെറ്റപ്പ്. യുവർ ഇമെയിൽ. ഇമെയിൽ ഒരു പുതിയ ഇമെയിൽ ഉണ്ടാക്കുക. എൻ്റെ യെസ്, അങ്ങനെ നമ്മളെ പുതിയ ജിമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് പുതിയ ഫോൺ ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇവിടെ ക്യാമറ കാര്യങ്ങളൊക്കെ കാണിക്കാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ ഒരു ഏരിയയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നല്ല നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനെന്തായിരുന്നു ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡബിൾ സ്ക്രീനോ അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. ട്രിപ്പിൾ മോഡ്, ഒരുപാട് ഫങ്ഷൻ ഉണ്ട് കേട്ടോ. മോർ ഡുവൽ സൈറ്റ് അല്ല. നെക്സ്റ്റ് ഗുഡ് ഇറ്റ്. യെസ്, ഇത് നമ്മളിവിടെ ഡുവൽ സൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ നമുക്ക് ഇങ്ങനെ ഒരു ഡബിൾ സ്ക്രീനിലായിട്ട് എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള നമ്മളിപ്പോൾ റീൽസിലെല്ലാം കാണുന്നതിനോട്ടുള്ള ആ ഒരു സ്ക്രീനിങ് കാര്യങ്ങളെല്ലാം നമുക്കിത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ ആ റീൽസിൽ കാര്യങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇതാ നമുക്ക് ഡുവൽ സ്ക്രീനൊക്കെ ഓൺ ആക്കിക്കൊണ്ട് അത്യാവശ്യം വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. ആൻഡ് 256 GB ഇതിൻ്റെ മെമ്മറി ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ റാം എത്രയായിരുന്നു പറഞ്ഞത്? 8 GB റാം, 8 GB റാം കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത്. അപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന ഫോണാണ്. അത്യാവശ്യം എന്താ പറയുക, ഞാനിപ്പം നമ്മളെ ആപ്പിൾ ഫോണോ അല്ലെങ്കിൽ ഒരു സാംസങ്ങിൻ്റെ S23 അൾട്രാ ഫോണോ ആയിട്ടൊന്നും പറയുന്നില്ല. ഇതൊരു നോർമൽ പർപ്പസിന് ഇപ്പം ഞങ്ങളിവിടെ ഇപ്പം വാങ്ങിച്ചിട്ടുള്ള ഈ ഫോണിന് 569 ദിറംസ് അല്ല, 569 ദിറംസിനാണ് ഇതാ ഈ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 569 ദിറംസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണിയിൽ എത്ര വരെ ഏതുണ്ട്? ഒരു 12,000. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതാ നമ്മൾ ഈ ഒരു നോക്കിയ ഫോണിൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റാവുന്ന ഒരു ഫോണാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് അല്ലേ, 1-1.5 മാസം മുമ്പ് വന്നിട്ട് നമ്മൾ ഇതേപോലത്തെ വേറൊരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി നാട്ടിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതുകൊണ്ട് തന്നെ ഞങ്ങളത് അൺബോക്സ് ചെയ്യുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഫോണിപ്പം നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തു കാര്യങ്ങളൊക്കെ നോക്കി ആ ഫോൺ നാട്ടിൽ യൂസ് ചെയ്തിട്ട് നല്ല അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പം വേറെ ഫോണിലേക്ക് പോകാതെ ഈ ഒരു നോക്കിയയുടെ ഈ ഒരു ഫോൺ തന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ കാണും. അപ്പോൾ ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രസ്റ്റ് ചെയ്ത് വാങ്ങാവുന്ന ഒരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീം ടു പാഷൻ.